രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴ ചോർന്നപ്പോഴേ ബീൻസ് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിന് മുന്നേ ബീൻസിന്റെ ആദ്യ വിളവെടുപ്പൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്താട്ടോ. അതിനുശേഷം 2 ദിവസം കൂടുമ്പോഴാ നമ്മളെ ബീൻസ് ഇതുപോലെ ആയി കിട്ടും. നോക്ക്, ഇഷ്ടം പോലെ ബീൻസ് ഉണ്ട്. നമ്മൾ ആയത് നോക്കിയിട്ട് വേഗം ഇതുപോലെ പറിച്ചു കൊടുക്കണം. ഇത് വള്ളി ബീൻസ് ആണെങ്കിലും ഇതിന് പറയുന്ന പേര് സോളാർ ബീൻസ് എന്നാണ്. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വീതി കുറഞ്ഞിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്കും. കടകളിലൊക്കെ അധികം വരിക സോളാർ ബീൻസ് ആണ്. കർണാടകത്തിലൊക്കെ കൂടുതൽ ചെയ്യുന്നത് ഈ ഇനാണ്. ഇത് കണ്ടില്ലേ, വെള്ള പൂക്കളായിരിക്കും, ഇഷ്ടംപോലെ പൂക്കൾ കാണാം. വെള്ള പൂക്കൾ കണ്ടില്ലേ. മറ്റേതൊരു റോസ് നിറത്തിലുള്ള പൂവായിരിക്കും. ആ ബീൻസിന് കുറച്ച് വീതിയും കൂടുതലായിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പറിക്കാനുണ്ട്. ബീൻസും പയറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ച നല്ല വിളവ് കിട്ടും. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെയാണ് നമുക്കിതൊക്കെ കുറഞ്ഞു വരിക. ഇത് തുടക്കത്തിലായതുകൊണ്ട് അത്യാവശ്യം നല്ല തന്നെ ബീൻസ് നമുക്ക് വിളവെടുക്കാനുണ്ട്. ഈ ഒരു സമയത്ത് ബീൻസിന് നല്ല വില ഉണ്ട് കേട്ടോ. ഞങ്ങൾ കർഷകർക്ക് തന്നെ 100 രൂപയ്ക്ക് മുകളിലൊക്കെ ഇപ്പം വില കിട്ടുന്നുണ്ട്. നല്ലൊരു സമയത്താണ് നമ്മൾ ബീൻസ് ചെയ്തത്. എന്നാൽ എപ്പോഴും ബീൻസിന് ഒരു 60 രൂപയ്ക്കൊക്കെ 60 രൂപ എന്തായാലും വില നിൽക്കലുണ്ട്. 60 അതിന് മുകളിലൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം എന്തായാലും റെക്കോർഡ് വില വന്നിട്ടുണ്ട്. 1 കിലോയ്ക്ക് എത്ര കടകളിൽ വിൽക്കുന്നത്? 130 രൂപ 140 രൂപയ്ക്കൊക്കെ അടുത്താണ് ഇപ്പോൾ വിൽക്കുന്ന വില തന്നെ. നല്ല ഫ്രഷ് ബീൻസ്. നമുക്ക് ഈ സോളാർ ബീൻസിന്റെ പ്രത്യേകത ഉണ്ടല്ലേ, ഇതിന് പച്ചപ്പല്ല, ഒരു വെള്ള കളറാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച കുറച്ച് കുറവ്, ലൈറ്റ് പച്ച, നല്ല ഭംഗി അത് കാണാൻ. നമ്മളെ നാടൻ ബീൻസിന് ഇതിലും കുറച്ചുകൂടെ പച്ച നിറം കൂടുതലാണ്. അതാണ് വീതി ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് കുറച്ച് കണ്ടില്ലേ ഷേപ്പ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കണ്ടില്ലേ, ഉരുളൻ ഷേപ്പ് എന്നൊക്കെ പറയും, റൗണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ നമ്മളെ ആവശ്യത്തിനുള്ളത് ഡെയിലി ഇപ്പം നമുക്ക് BMO സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ഉപ്പേരിക്കൊക്കെ വേഗം നമുക്ക് ഇഷ്ടംപോലെ ബീൻസ് ഉള്ളതുകൊണ്ട് ബീൻസ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ഉണ്ട്, നമ്മൾ സാമ്പാറിൽ ഇടുന്നുണ്ട്. അല്ലാതെ നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ എന്നാലും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇപ്പോൾ വിൽക്കുന്നുണ്ട്. ഇവിടെ അതാ കണ്ടില്ലേ, സൂപ്പർ ബീൻസ്. ഒറ്റ ദിവസം വൈകി കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പം അധികം മൂത്തിട്ടില്ല, പെട്ടെന്ന് മൂത്തു പോകും. അപ്പം നമ്മൾ ഇതിനൊക്കെ വിളവെടുപ്പിന് നമ്മൾ കറക്റ്റ് സമയം കണ്ടെത്തണം. അധികം ആളുകൾക്കും പറ്റുന്ന പ്രശ്നം എന്താ അറിയോ, പയറും ബീൻസൊക്കെ നടുവും, ഇത് പറിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണിത്. ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുമ്പോഴും മാർക്കറ്റിലും നമ്മളെ സാധനത്തിന് ഡിമാൻഡ് പോയി. ഇപ്പോൾ മൂപ്പായി കഴിഞ്ഞാലൊക്കെ ഒരു ഇപ്പോൾ ആർക്കും കൊടുക്കുമ്പോഴൊക്കെ ഒന്നും വേണ്ടാന്ന് പറയും. മൈസൂരിൽ നിന്നൊക്കെ എന്ത് മോശപ്പെട്ട പച്ചക്കറികൾ വന്നാലും ആർക്കും കച്ചവടക്കാർക്കും കുഴപ്പമില്ല, വാങ്ങിക്കുന്നവർക്കും കുഴപ്പമില്ല. നമ്മളിവിടെയൊക്കെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പറയും അത് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അത്രയും ക്ലിയർ ആയിട്ടാണ് ഓരോ സാധനം വിളവെടുക്കേണ്ടത്. അപ്പോൾ ബീൻസൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സമയം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു. മഴ ചോർന്ന് തന്നെ വേഗം ഇതൊക്കെ പറിച്ചു കൊടുത്താലേ ഇതൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങോട്ടൊക്കെ ഉണ്ട്. ഉമ്മ കുറച്ച് പറിച്ച് തന്നിട്ട് പോയിട്ടോ. നിന്ന് കഴിഞ്ഞാൽ രണ്ടാളൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം വൈകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറിച്ചു തീർക്കുന്നുണ്ട്. ചിലത് നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്, പക്ഷെ കാണില്ല. അപ്പൊ ഒന്ന് കാണിച്ചു കേട്ടോ, വീഡിയോ എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ബീൻസ് കണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ പറിക്കുമ്പോൾ എന്തായാലും ചിലത് മുന്നിൽ തന്നെ കാണാതെ പോയി.
ഇപ്പൊ നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. പറിച്ചെടുത്ത ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നത് അതിന്റെ അടിയിലൂടെ സ്ലറി ഇങ്ങനെ വിട്ടു കൊടുക്കട്ടെ. ബയോഗ്യാസിന്റെ സ്ലറി സ്ലറി വിട്ട് അതൊക്കെ ചാണകാണി കിടക്കുന്നൊക്കെ എന്താ ഇങ്ങനെ സ്ലറി എല്ലാ ഭാഗത്തൂടെ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും ചെടിയിൽ കരുത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും നല്ല പച്ചപ്പിൽ ഇത്രയും വിളവെടുത്തിട്ടും ചെടികൾക്ക് ക്ഷീണമൊന്നും കൂടിയിട്ടില്ല. ചെടികൾക്കല്ല, വള്ളികൾക്ക് കേട്ടോ. ചെടി എന്ന് പറയുന്നത് മൊത്തത്തിലാണ്. വള്ളികൾക്ക് ക്ഷീണമൊന്നുമില്ല. കരുത്തിൽ ഇങ്ങനെ അടുത്ത കായകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ഷെയ്ഡ് വന്നതിന് ശേഷം സ്ലറി അടിക്കുമ്പോഴൊന്നും ചീര മുളയ്ക്കുന്നില്ല കേട്ടോ. ചോല വന്നുകൊണ്ട് ഇങ്ങോട്ടൊക്കെ നല്ല കട്ട കുത്തിയിട്ട് വള്ളി ഇങ്ങനെ കുത്തിപ്പോയില്ല. അതെ, അതെന്താ ചെറിയൊരു കേടാ, നോക്കട്ടെ. ഇതിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. ഒക്കെ വള്ളി ഇങ്ങോട്ട് തിങ്ങിപ്പോയില്ലേ. അതെ, നമ്മളിതാ പടർത്താനുള്ള കമ്പ് വെച്ച് ഇത് വെച്ചില്ല, കവുങ്ങിന്റെ കഷ്ണം, അതിലിങ്ങനെ കൂടി പടർന്നു പോയതാ. ഇവിടെയൊക്കെ നൂലിൽ വരുന്നത് കറക്റ്റാണ്. അപ്പൊ ആ ഇതിൽ കുറച്ച് കൂടുതൽ വള്ളി പടർന്നു. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടി കൂടി നിൽക്കുന്നത്. അത് നമ്മൾ നൂല് കെട്ടാൻ വേണ്ടിയിട്ട് വെച്ച കവുങ്ങിന്റെ കഷ്ണത്തിലൊക്കെ പിടിച്ചതാ. ഇവിടെ നോക്ക്, അങ്ങനെ പൂക്കളൊക്കെ തിങ്ങി നിന്നു പോവാ, കണ്ടില്ലേ. ഇപ്പൊ പറിച്ച ബീൻസ് ഒക്കെ വലുപ്പം. ഇത് നല്ല നോക്കി പറിക്കട്ടെ. എന്താ പറയുക, നമ്മൾ ഒരു സൈഡ് പോയി വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ തന്നെ ബീൻസ് കാണുന്നുണ്ട്. ഓരോ ഭാഗം നോക്കിയിട്ട് മൊത്തം നമ്മൾ പറിച്ചെടുത്ത് കാണിച്ചു തരാം. നമ്മൾ ബീൻസ് ഒക്കെ പറിച്ചു കഴിഞ്ഞ് ഇന്നത്തെ വിളവെടുപ്പിൽ കണ്ടില്ലേ, ഇത്രയും ബീൻസ് ഉണ്ട്. 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കൊട്ട ബീൻസ് വിളവെടുക്കാനുണ്ട്. ഇപ്പൊ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്കേ ഇതുപോലുള്ള അടിപൊളി ബീൻസും കൊണ്ടുപോവാം.